പിൻട്രസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഫോൺ ചാമ്പ് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയതാണ്. എന്ത് രസമുള്ള ഫോൺ ചാമ്പ് അതിൽ. അപ്പോൾ ഫുള്ള് കൊറിയൻ വൈബ്. അപ്പോൾ എന്തായാലും എനിക്ക് അവനെ ഉണ്ടാക്കാനൊരു പൂതി. അപ്പോൾ ഞാൻ ത്രെഡ് എടുത്തു. 2 ഇഞ്ച് നീളത്തിൽ ഞാനൊരു കെട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബീഡ്സ് ഓരോന്നോരോന്നായിട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം എന്നോടോ നിന്നോടോ എന്ന് പറഞ്ഞ പോലെ നിൽക്കണ്ടായിരുന്നു. ലാസ്റ്റ് എനിക്ക് പ്രാന്ത് വന്ന് എന്തൊക്കെയോ ഞാൻ കാട്ടിക്കൂട്ടിയിട്ട് എങ്ങനെയൊക്കെ അതിനെ കയറ്റി അതിൻ്റെ ഉള്ളിൽ. ഓൻ്റെ ക്ഷമേനൊന്ന് പരീക്ഷിച്ചിട്ടുണ്ട് ആ മുത്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഞാൻ എൻ്റെ പേരിൻ്റെ ആൽഫബറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഓരോ മണി കയറ്റുമ്പോഴും അത് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. കാരണം ഇഴ നൂലിടാനുള്ള ഒരു ഗ്യാപ്പ് ഇല്ല അതിന്. അപ്പോൾ ഞാൻ ഓരോന്ന് കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ആൽഫബറ്റും ഇടുന്നു കെട്ടുന്നു അത് തന്നെ റിപ്പീറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെയാണ് എനിക്ക് ബോധം വന്നത് ഇത് കയറ്റണമെങ്കിൽ കുറച്ച് പണിയുണ്ട് ആ ഒരു ഹോളിക്കോടെ. അപ്പോൾ ഈ സൂചി എടുത്ത് ഞാൻ കുത്തി കയറ്റുന്നുണ്ടായിരുന്നു. പിന്നെയാണ് പോയ ബോധമൊക്കെ തിരിച്ചു വരുന്നത്. സൂചി നൂലും കൂർത്തിട്ട് ആ ബീഡ് അങ്ങോട്ട് കയറ്റിയാൽ പോരെന്ന് പിന്നെയാണ് ഓർത്തത്. ഞാൻ വെറുതെ കിടന്ന് സൂചി നൂലും കുത്തി ആ സൂചി മാത്രമേ പുറത്തേക്ക് വരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ഐഡിയ സക്സസ് ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലൈഫിലും അങ്ങനെ തന്നെയല്ലേ, നമ്മൾ ഓരോ അബദ്ധം കാണിക്കുമ്പോഴല്ലേ നമുക്ക് ഓരോ റിയലൈസേഷൻ വരുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിന് പകരം അങ്ങനെ ചെയ്താൽ മതി, അങ്ങനെ ചെയ്താൽ മതി, ഇങ്ങനെ ചെയ്താൽ മതി എന്നൊക്കെ. അങ്ങനെ അത് വിട്. അങ്ങനെ ഞാൻ നല്ല രീതിയിൽ ഇത് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ലാസ്റ്റ് ഞാൻ കെട്ടി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പിന്നെ വേറെ ഞാൻ ലൈറ്റർ എടുത്തടിച്ചിട്ട് ലൈറ്റർ വർക്ക് ആവുന്നുണ്ടായിരുന്നില്ല. അതിലെല്ലാം ഉണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. എന്താണെന്ന് എനിക്കറിയില്ല, സംഭവം വർക്ക് ആവണില്ല. അപ്പോൾ ഞാൻ പിന്നെ തീപ്പെട്ടി അടിച്ച് ആ സാധനം അങ്ങോട്ട് കത്തിച്ച്. അത് ഒരു 90s കിഡാണെങ്കിൽ 2K കിഡിൻ്റെ ഒരു വൈബ് പിടിക്കണമല്ലോ നമുക്ക്. ആ ഒരു ട്രെൻഡാണല്ലോ ഇപ്പോൾ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, ബൈ.